CBSE 12ാം ക്ലാസ് പരീക്ഷയിലെ ഓൺ സ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിനെതിരെ NSU നൽകിയ ഹർജിയിൽ നടപടി. കേന്ദ്ര സർക്കാരിനും CBSEക്കും ഡൽഹി ഹൈക്കോടതി നോട്ടീസ് അയച്ചു. കേസ് ജൂൺ 12-ന് വീണ്ടും പരിഗണിക്കും. ബി ബാലഗോപാലുണ്ട്. ബാലു, ഈ OSM എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥികൾ ആദ്യ ഒരു പരീക്ഷണമായിരുന്നു. അപ്പോൾ അതിലെ പിഴവുകളടക്കം ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥികൾക്ക് അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങളൊക്കെ, ഈ ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ, ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയാണോ ഹർജി പോയത്? ഈ ഹർജിയിൽ എന്താണ് പ്രാഥമിക നടപടി ഡൽഹി കോടതിയുടെ ഭാഗത്തുനിന്നും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്? ഈ ഓൺ സ്ക്രീൻ മാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് CBSEയുടെ ഓൺ സ്ക്രീൻ മാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ആരോപണങ്ങൾ നേരത്തെ ഉയർന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടന NSU ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. ഈ കേസിലാണ് ഈ ഹർജി പരിഗണിച്ച കോടതിയാണ് ഇന്ന് കേന്ദ്ര സർക്കാരിനും CBSEക്കും നോട്ടീസ് അയച്ചിരിക്കുന്നത്. 12-ാം തീയതിക്കുള്ളിൽ ഇതിനുമായി ബന്ധപ്പെട്ട മറുപടി നൽകുവാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. 12-ാം തീയതി വീണ്ടും ഈ ഹർജി പരിഗണിക്കുന്നതായിരിക്കും. ഇതിനിടെ ഈ വിദ്യാഭ്യാസത്തെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് CBSE ഇന്ന് ഡൽഹി ഹൈക്കോടതിയിൽ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. പക്ഷെ ആ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. മറിച്ച് അതായത് നോട്ടീസ് അയക്കരുതെന്നൊരു ആവശ്യമായിരുന്നു CBSEയുടെ ഭാഗത്ത് നിന്ന് കോടതിയിൽ ഉന്നയിക്കപ്പെട്ടിരുന്നത്. എന്നാൽ കോടതി ഇക്കാര്യത്തിൽ ഇപ്പോൾ ഈ നോട്ടീസ് അയച്ച് വിശദീകരണം തേടുകയാണ് ചെയ്തിരിക്കുന്നത്. ശരി, ബി ബാലഗോപാലാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.